അല്ലേ? കഥ പറയട്ടെ, കേൾക്കോ? ഒരു ഗ്രാമത്തിലേക്ക് ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ വരികയാണ്. അദ്ദേഹം ആ ഗ്രാമത്തിൽ കണ്ട ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനോട് ചോദിച്ചു, ഈ ഗ്രാമം എങ്ങനെ ഇരിക്കുന്നു? ഈ ഗ്രാമം എങ്ങനെയുണ്ട്? ഇവിടുത്തെ ആളുകൾ എങ്ങനെയുണ്ട്? അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? മനുഷ്യൻ പറഞ്ഞു, ഞാൻ കുറെ ദൂരത്തു നിന്ന് വരികയാണ്. നിങ്ങളുടെ ഗ്രാമം എങ്ങനെയുണ്ട്? അദ്ദേഹം പറഞ്ഞു, എന്റെ ഗ്രാമം വളരെ മോശമായ ഒരു ഗ്രാമമാണ്. അവിടെ ജീവിക്കാനേ പറ്റില്ല. അവിടുത്തെ ആളുകൾ വളരെ മോശം മനുഷ്യരാണ്. ഈ പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും ഈ ഗ്രാമത്തിലേക്ക് വരേണ്ട. ഈ ഗ്രാമം നിങ്ങളുടെ ഗ്രാമത്തെക്കാൾ മോശമാണ്. ഇവിടുത്തെ ആളുകൾ നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ആളുകളെക്കാൾ മോശമുള്ള ആളുകളാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരാള് ഇതുപോലെ ഗ്രാമത്തിലേക്ക് വന്നു. അദ്ദേഹം ഇതേ മനുഷ്യനോട് ചോദിച്ചു, ഈ ഗ്രാമം എങ്ങനെയുണ്ട്? നല്ല ഗ്രാമമാണോ? അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനും ഇങ്ങനെ ദൂരത്തു നിന്നാണ് വരുന്നത്. എന്റെ ജോലി സംബന്ധമായിട്ട് എനിക്ക് ഗ്രാമത്തിൽ താമസിക്കണം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ ഗ്രാമം എങ്ങനെയുണ്ട്? അദ്ദേഹം പറഞ്ഞു, എന്റെ ഗ്രാമം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവിടുത്തെ മനുഷ്യര് വളരെ നല്ല ആളുകളാണ്. എനിക്ക് ഗ്രാമം വിട്ടു പോരാൻ ഒരാഗ്രഹവുമില്ല. പക്ഷേ എന്ത് ചെയ്യാം, എന്റെ ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഈ ഗ്രാമത്തിൽ വന്ന് താമസിക്കേണ്ടതായി വരുന്നു. ആ പ്രായമായ മനുഷ്യൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോരൂ. നിങ്ങളുടെ ഗ്രാമത്തെക്കാൾ ഐശ്വര്യം നിറഞ്ഞാണ് ഈ ഗ്രാമം. ഇവിടുത്തെ ആളുകളെല്ലാം നല്ല മനുഷ്യരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗ്രാമത്തെ നന്നാക്കുന്നതും മോശമാക്കുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ്. നമ്മൾ തീരുമാനിച്ചാൽ ഈ ഗ്രാമത്തെ വളരെ മോശമാക്കാം. ചില ആളുകൾ ഈ ഗ്രാമത്തിലേക്ക് വന്നാൽ ആ ഗ്രാമത്തിലെ നിലവിലുള്ള സ്ഥലങ്ങളുടെ എല്ലാം വിലയിടിയും. അവിടെയുള്ള ആളുകളെല്ലാം വിറ്റ് പല സ്ഥലങ്ങളിലേക്ക് പോകാൻ ആരംഭിക്കും. ഇല്ലേ? ആളുകളെല്ലാം ശപിക്കും, ദൈവമേ, എനിക്ക് ഗ്രാമത്തിൽ ജീവിക്കേണ്ടി വന്നല്ലോ. എന്നാൽ ചില ആളുകൾ ഗ്രാമത്തിലേക്ക് വന്നാൽ ആ ഗ്രാമത്തിലെ സ്ഥലത്തിന് തന്നെ വില കൂടും. ആ ഗ്രാമത്തിലേക്ക് ആളുകൾ വരാൻ താല്പര്യം കാണിക്കും. അതുകൊണ്ട് ഈ ഗ്രാമങ്ങൾ മാറേണ്ടത് തുടക്കം എവിടെ നിന്നാണ്? നമ്മളിൽ നിന്നാണ്. നമ്മളാണ് മാറേണ്ടത്. ഗ്രാമത്തെ മാറി എന്ന് കുറ്റപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. ഞാൻ കുട്ടികളോട് പറയുകയാണ്, എവിടെയെങ്കിലും ചെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, ഏതാണ് ഏറ്റവും നല്ല ഗ്രാമം എന്ന് ചോദിച്ചാൽ അത് അടിമാലിയാണ്. അടിമാലിയിൽ ഏറ്റവും നല്ല സ്ഥലം സൂര്യനഗറാണ്. സൂര്യനഗർ റെസിഡൻസ് അസോസിയേഷൻ ആണ് ഏറ്റവും നല്ല ഇടം എന്ന് നമുക്ക് പറയാൻ കഴിയണം. ഏറ്റവും നല്ല അച്ഛൻ ആരുടെ അച്ഛനാണ്? എന്റെ അച്ഛനാണ്. ഏറ്റവും നല്ല അമ്മ ആരുടെ അമ്മയാണ്? എന്റെ അമ്മയാണ്. ഏറ്റവും നല്ല വീട് എന്റെ വീടാണ് എന്ന് പറയുന്നത് പോലെ നമുക്ക് പറയാൻ കഴിയണം, ഏറ്റവും നല്ല ഗ്രാമം എന്റെ ഗ്രാമമാണ്. സൂര്യനഗർ റെസിഡൻസ് അസോസിയേഷൻ ആണ് നമുക്ക് പറയാൻ കഴിയണം. അത് പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് മാറി എന്ന് കുറ്റപ്പെടുത്താനുള്ള അവകാശമില്ല. ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ അതിനെ കയറി എന്ന് ശരിയാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാകണം. നമ്മളിവിടെ ജീവിച്ചു, കടന്നുപോയി, കുറച്ചു കാലം ജീവിച്ചു. നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ നമ്മുടെ മരണത്തോടു കൂടി എല്ലാം അവസാനിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ നമ്മുടെ മരണത്തോടു കൂടി എല്ലാം അവസാനിക്കും. മറിച്ച് നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ മരണശേഷവും നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അല്ലേ? അതാണ് ആദ്യം പറഞ്ഞ പോലെ, നേരാണ് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെ ഒരു അപ്പൂപ്പൻ, മുട്ടോളം എത്തുന്ന കൊച്ചുമുണ്ടും മൊട്ടത്തലയും തെളിഞ്ഞ കണ്ണും, മുൻവരി പല്ലില്ല പുഞ്ചിരിയും വെണ്ണര ചൂഴും വിരിഞ്ഞ മാറും, നീളൻ വടിയൂന്നി നിന്നു ചൊല്ലി, തങ്ങളിൽ സ്നേഹിക്ക നമ്മളെന്നും തങ്ങളിൽ സേവിക്ക നമ്മളെന്നും. തങ്ങളിൽ സ്നേഹിക്കാനും സേവിക്കാനും നമ്മളെ ബോധിപ്പിച്ച ഒരു വലിയ മനുഷ്യനുണ്ട്, ഇന്നും മരിക്കാത്ത മനുഷ്യൻ. 1948 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് പോയി. പക്ഷേ അദ്ദേഹം നമ്മുടെ മനസ്സില്, ഹൃദയത്തില് ഇന്ന് ജീവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? മഹാത്മാ ഗാന്ധി. അല്ലേ? അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നമ്മൾ ഒരല്പം സമയം ചെലവഴിക്കണം. എന്റെ ഗ്രാമത്തെ സംബന്ധിച്ച് പറയുമ്പോൾ
നമ്മളെ കുറ്റപ്പെടുത്തി ആരും സംസാരിക്കരുത്. നമ്മൾ നന്നാവണമെങ്കിൽ എന്ത് നന്നാവണം? നമ്മുടെ നാവ് നന്നാവണം. നാവ് നന്നായാൽ നാം നന്നായി, നാം നന്നായാൽ വീട് നന്നായി, വീട് നന്നായാൽ നാട് നന്നായി, നാട് നന്നായാൽ ഈ നാഗവും നന്നായി. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയാണ്. നാവ് നന്നായാൽ എല്ലാം നന്നായി. നാവ് നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തകൾ നന്നായിരിക്കണം. അതാ. അപ്പൊ നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ. ആ ചിന്തകൾ നിങ്ങളുടെ വാക്കുകളാകട്ടെ, വാക്ക് പ്രവൃത്തിയാകട്ടെ, പ്രവൃത്തി ശീലമാകട്ടെ, ശീലം നിങ്ങളുടെ വ്യക്തിത്വമായി ഭവിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ മഴ പെയ്തിട്ട് എഴുന്നേറ്റ് പോകാതെ നിങ്ങൾ ഇവിടെ ഇരുന്നതിൽ അങ്ങേയറ്റം അഭിനന്ദനം അറിയിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.